ഡെയിലി ന്യൂസ് വായനാലോകം, വായനയുടെ പുതിയ ലോകം. നമസ്കാരം. ഡെയിലി ന്യൂസ് വായനാലോകത്തിലേക്ക് സ്വാഗതം. ഇന്ന് ഡെയിലി ന്യൂസ് വായനാലോകത്തിൽ അംബികാസുധൻ മാങ്ങാട് എഴുതിയ പുസ്തക വീട് എന്ന കഥയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അംബികാസുധൻ മാങ്ങാട് എഴുതിയ കഥ പുസ്തക വീട്. രണ്ടു തരം മനുഷ്യരാണ് ഈ ഭൂമിയിലുള്ളത്: പുസ്തകങ്ങൾ ഇഷ്ടപ്പെടുന്നവരും ഇഷ്ടപ്പെടാത്തവരും. ഭുവനേന്ദ്രൻ മാഷിന്റെ പുസ്തക വീട്ടിൽ കയറാൻ തുടങ്ങിയപ്പോഴാണ് ഈ സങ്കല്പം എന്നിൽ ഉരുത്തിരിഞ്ഞത്. ശരിയാണോ എന്നൊന്നും അറിയില്ല. എന്നാലും ആ വീട് ആദ്യ ദിവസം തന്നെ എന്നെ വല്ലാതെ വിസ്മയിപ്പിച്ചു. 7ലും 8ലും മാഷ് ഞങ്ങളെ മലയാളം പഠിപ്പിച്ചിരുന്നു. കാട്ടിലെ ഒറ്റയാനെപ്പോലെയൊരു മനുഷ്യൻ. അധ്യാപകരുമായോ കുട്ടികളുമായോ കൂട്ടം കൂടലില്ലാതെ തനിച്ചു നടക്കും. മുഖത്ത് ഒരിക്കലും ചിരി കണ്ടിട്ടില്ല. മുട്ടോളമെത്തുന്ന വെളുത്ത ഖദർ ജുബ്ബയുടെ കീഴെയുള്ള മുണ്ടിന്റെ ഒരു തുമ്പ് ഉയർത്തിപ്പിടിച്ചാണ് നടത്തം. ഗ്രൗണ്ടിലൂടെ തല ഉയർത്തിപ്പിടിച്ചുള്ള ആ വരവ് കണ്ടാൽ ആകാശത്തിലൂടെ ഒഴുകി നടക്കുകയാണ് എന്ന് തോന്നിപ്പോകും. 10ാം ക്ലാസ് കഴിഞ്ഞ് തേരാപാര നടക്കുന്ന കാലത്ത് ഒരു ദിവസം അമ്മ മൂടിപ്പുതച്ചുറങ്ങുകയായിരുന്ന എന്നെ വിളിച്ചുണർത്തി. എടാ ചെക്ക, ഈ 2 കൊണ്ട ആട്ടുംപാല് നീ ആ പൂനേന്ദ്രൻ മാഷിന്റെ വീട്ടിൽ കൊണ്ടേ കൊടുക്ക്. എല്ലാവർക്കും പശുവിൻപാൽ മതിയായിരുന്നു. നാട്ടിൽ ആർക്കും ആട്ടിൻപാൽ വേണ്ട. അമ്മയുടെ മുഖത്ത് പതിവില്ലാത്ത തെളിച്ചം കണ്ടു. ഞാൻ ചാടി എഴുന്നേറ്റു. അമ്മ 2 ആടുകളെ പോറ്റിയിരുന്നു. പശുവിനെ പോറ്റാനുള്ള ധനസ്ഥിതിയൊന്നും ഉണ്ടായിരുന്നില്ല. അരി വാങ്ങാൻ തന്നെ നിവൃത്തിയുണ്ടായിരുന്നില്ല. ഒരു കുമ്പിൽ പൊടിയരിയിട്ട് കഞ്ഞിയുണ്ടാക്കിയാൽ അതെനിക്ക് മുഴുവൻ അമ്മ വിളമ്പിത്തരും. 3 നേരവും കഞ്ഞിയായിരുന്നു. 5-ലെത്തിയപ്പോഴാണ് അമ്മ കഞ്ഞിവെള്ളം മാത്രമേ കുടിക്കുന്നുള്ളൂ എന്ന് ഞാൻ കണ്ടുപിടിച്ചത്. പിന്നെ വിളമ്പൽ ഞാൻ ഏറ്റെടുത്തു. ഉള്ള കഞ്ഞിയും തെളിയും പപ്പാതിയാക്കി. വയറ് നിറയുന്നവരും വയറ് നിറയാത്തവരും ഇങ്ങനെ 2 കൂട്ടർ ചുറ്റുമുണ്ടെന്ന് അന്നെനിക്ക് തിരിച്ചറിവുണ്ടായി. കുടുക്കുപോയ നരച്ച ട്രൗസറിന് മീതെ ഞാൻ ചൂടിക്കയർ ചുറ്റിക്കെട്ടി. അന്നേരം അമ്മ അയക്കോലിൽ നിന്ന് കീറിപ്പറിഞ്ഞ ഷർട്ട് നീട്ടി. മാഷിന്റെ വീട്ടിൽ പോകുന്നതല്ലേ എന്ന് അമ്മ വിചാരിച്ചു കാണും. ഈ കുപ്പായം ഇടുന്നതിലും ഭേദം ഇടാത്തതല്ലേ എന്ന മട്ടിൽ ഞാനൊരു വിളറിയ ചിരി ചിരിച്ചു. അമ്മയ്ക്ക് മനസ്സിലായെന്നു തോന്നി. അമ്മ ഷർട്ട് ചുരുട്ടി അയക്കോലിൽ തന്നെ ഇട്ടു. പാലൊഴിച്ച പിച്ചളം ഉരുടയെടുത്ത് ഞാൻ പുറത്തിറങ്ങി. ഞങ്ങളുടെ വീട്ടിലെ വിലപിടിപ്പുള്ള ഒരേയൊരു വസ്തു ആ മുരുടയായിരുന്നു. തലമുറകളായി കൈമാറി വന്ന് അമ്മയ്ക്ക് കിട്ടിയ നിധി. ഏതാണ്ട് അരനാഴിക ദൂരം നടക്കാനുണ്ട്. പാൽ തുളുമ്പാതെ ശ്രദ്ധിച്ചാണ് ഞാൻ നടന്നത്. മാഷുടേത് ഓടിട്ട വലിയ വീടാണ്. ചുറ്റും ആളുയരത്തിൽ ചെമ്പരത്തിവേലി. എപ്പോഴും ചുവന്ന ചെമ്പരത്തികൾ നിറയെ വിടർന്നു നിൽപ്പുണ്ടാകും. പടിക്കലെത്തിയപ്പോൾ അതുവരെയുണ്ടായിരുന്ന ഉത്സാഹം പെട്ടെന്ന് എന്റെ ഉള്ളിൽ നിന്ന് വാർന്നുപോയി. ആദ്യമായിട്ടാണ് അകത്തേക്ക് ചൂടുകൾ വയ്ക്കുന്നത്. നെഞ്ച് പടപടാ ഇടിക്കാൻ തുടങ്ങി. പാലാവശ്യപ്പെട്ടതുകൊണ്ട് ചെല്ലുന്നതല്ലേ, പിന്നെ എന്തിനാണ് പേടിക്കുന്നതെന്ന് ഞാൻ എന്നോട് തന്നെ ചോദിച്ചു. വരാന്തയിൽ നിറയെ പുസ്തകങ്ങൾ അട്ടിവെച്ചിട്ടുണ്ട്. അകത്തു വയ്ക്കാതെ മാഷ് പുസ്തകങ്ങൾ പുറത്തു കൂട്ടിയിട്ടതെന്തിനാണ്? വിൽക്കാൻ വെച്ചതായിരിക്കും. പകുതി തുറന്നു കിടന്ന വാതിൽപ്പാളിയിലൂടെ തല നീട്ടി പൂമുഖത്തേക്ക് നോക്കി. ഹോ, അകത്തെ കാഴ്ച കണ്ട് എനിക്ക് തല ചുറ്റി. നിറയെ പുസ്തകങ്ങളുടെ അട്ടികൾ. ഹിമാലയത്തിലെ കുന്നുകൾ പോലെ പുസ്തകങ്ങൾ പല ഉയരങ്ങളിൽ നിവർന്നു നിൽക്കുകയാണ്. ഞാൻ പതുക്കെ വിളിച്ചു, മാഷേ. മറുപടിയില്ല. വീണ്ടും വീണ്ടും വിളിച്ചു. പുറത്തിറങ്ങി ഞാൻ പിന്നാമ്പുറത്തേക്ക് നടന്നു. അവിടെയും ആരുമുണ്ടായിരുന്നില്ല. അടുക്കളവാതിൽ തുറന്നു കിടന്നിരുന്നു. പാൽ ഉള്ളിൽ വെച്ച് ഓടി രക്ഷപ്പെടാം എന്ന് കരുതി ഞാൻ പതുക്കെ അകത്ത് കയറി. എന്തെങ്കിലും അനക്കം കേൾക്കുന്നുണ്ടോയെന്ന് ചെവി കൊടുത്തു. ഇല്ല. ഞാൻ ഭക്ഷണമുറിയിലേക്ക് ഏന്തി നോക്കി. അവിടെയും നിറയെ പുസ്തകങ്ങളായിരുന്നു. നടുവിൽ ചെറിയ മേശയും കസേരയും.
കൗതുകമടക്കാൻ കഴിയാതെ ഞാൻ ഉള്ളിലേക്ക് പതുക്കെ നടന്നു. തുറന്നു കിടന്ന മുറികളിലേക്കെല്ലാം നോക്കി. എങ്ങും പുസ്തകങ്ങൾ മാത്രം. വേറെയൊന്നും കാണാനുണ്ടായിരുന്നില്ല. നടന്നു നടന്ന് പൂമുഖത്തെത്തി. അപ്പോൾ കണ്ടു, പുസ്തകമതിലുകൾക്കിടയിൽ ചാരുകസേരയിൽ തുറന്നു പിടിച്ച കനത്തൊരു പുസ്തകത്തിലേക്ക് ആണ്ടു മുങ്ങിയിരിക്കുന്ന ഭൂനേന്ദ്രൻ മാഷിനെ. മുരുട നീട്ടിപ്പിടിച്ച് ഞാൻ വിളിച്ചു, മാഷേ, ദാ ആട്ടിമ്പാലേ. 3 പ്രാവശ്യം വിളിച്ചപ്പോഴാണ് മാഷ് വായനയിൽ നിന്ന് ഉണർന്നത്. വായന മുറിഞ്ഞതിന്റെ ഏനക്കേട് നെറ്റിയിൽ ചുളിവുകളായി പിടഞ്ഞു. ആശ്ചര്യത്തോടെ മാഷ് എന്നെ തുറിച്ചു നോക്കി. എന്താ എന്താ? ആട്ടിമ്പാല് കൊണ്ടുവന്നതാ. ഓ, ശരി ശരി, അടുക്കളയിൽ വെച്ചോ. മാഷ് ഞാൻ നോക്കി നിൽക്കെ വീണ്ടും പുസ്തകത്തിലേക്ക് മുങ്ങിത്താണു. വന്ന വഴിയിലൂടെ തിരിച്ച് അടുക്കളയിലേക്ക് നടക്കുമ്പോൾ ഇരുവശവുമുള്ള പുസ്തക അട്ടികൾ മേലേക്ക് മറിഞ്ഞു വീഴുമോ എന്ന് ഞാൻ ഭയന്നു. അടുക്കളത്തട്ടിൽ പാൽ വെച്ച് പുറത്തേക്ക് അന്താളിപ്പോടെ ചാടിയിറങ്ങി തിരിഞ്ഞു നിന്നു. ചേരപ്പാമ്പിന്റെ വായിൽ നിന്ന് രക്ഷപ്പെട്ട മണ്ണാട്ടിത്തവളയെപ്പോലെ ഞാൻ കിതച്ചു. പിന്നെ ഒരോട്ടമായിരുന്നു. പുസ്തകക്കാഴ്ച വിവരിച്ചപ്പോൾ അമ്മയും വാ പൊളിച്ചു. മാഷ്ക്ക് പുസ്തക കച്ചവടമുണ്ടോ? അറിയില്ലെന്ന് ഞാൻ തലയാട്ടി. പിറ്റേന്ന് സ്റ്റീൽ പാത്രത്തിൽ പാലുമായി നേരെ പിന്നാമ്പുറത്തേക്ക് നടന്നു. നേരം അല്പം വൈകിയിരുന്നു. അടുക്കളയിൽ പാത്രങ്ങൾ കൂട്ടിമുട്ടുന്ന ഒച്ച കേൾക്കാം. കാലത്തും വൈകിട്ടും വന്ന് ഭക്ഷണമുണ്ടാക്കുന്ന സ്ത്രീയാണ് അമ്മാളുവമ്മ. ഞാൻ പാൽ നീട്ടി. അത് വാങ്ങിയൊഴിച്ച് 2 പാത്രങ്ങളും എനിക്ക് തിരിച്ചു തന്ന് അടുക്കളയുടെ മൂലയിലേക്ക് ചൂണ്ടി. മോൻ ആടെ ഇരിക്കി. എന്തിനെന്നറിയാതെ ഞാൻ അവിടെ ഇരുന്നു. അവർ പ്ലേറ്റിൽ ഒരു കഷ്ണം പുട്ടെടുത്ത് എന്റെ മുന്നിൽ വെച്ചു. കുറച്ച് മുതിരക്കറിയും ഒഴിച്ചു തന്നു. ഞാനവരെ മിറമിറാ നോക്കി. എന്റെ കോലം കണ്ട് മനസ്സലിഞ്ഞിട്ടാവും. ഞാനന്ന് ഈർക്കിൽ മാതിരി മെലിഞ്ഞിരുന്നു. ആവി പറക്കുന്ന പുട്ടിലേക്ക് കൊതിയോടും അത്ഭുതത്തോടും ഞാൻ നോക്കി. അന്നേരം ചെറിയ പേടിയുമുണ്ടായി. മാഷ്കുണ്ടാക്കിയ പലഹാരമല്ലേ, ഞാൻ തിന്നുന്നത് കണ്ടാൽ മാഷ് ദേഷ്യപ്പെടുമോ? അമ്മാളുവമ്മ ധൈര്യപ്പെടുത്തി. മോൻ കഴിച്ചോ, മാഷ് തരാൻ പറഞ്ഞിട്ടാണ് ഞാൻ തന്നത്. ആദ്യമായിട്ടാണ് പുട്ട് തിന്നുന്നത്. പതുക്കെ പൊട്ടിച്ചപ്പോൾ പുട്ടിനുള്ളിൽ നിന്ന് ഇളം ചൂട് എന്റെ വിരലുകളെ സ്നേഹത്തോടെ കയറിപ്പിടിച്ചു. എനിക്കെന്റെ അമ്മയെ ഓർമ്മ വന്നു. കറിയിൽ മുക്കി വായിലിട്ടു. നല്ല രുചിയുണ്ടായിരുന്നു. ചവച്ചുകൊണ്ട് മുഖമുയർത്തിയപ്പോൾ അമ്മാളു അമ്മ എന്നെ തന്നെ നോക്കി നിൽപ്പാണ്. വീട്ടിലെത്തി പുട്ട് കഴിച്ച കഥ വിവരിച്ചപ്പോൾ അമ്മ ഒന്നും മിണ്ടാതെ എന്നെ വാരിപ്പുണർന്നു. മുഖം വലിഞ്ഞു മുറുകി. അമ്മ കരയുമോ എന്ന് പേടിയായി. എല്ലാ ദിവസവും അമ്മാളുവമ്മ എന്തെങ്കിലുമൊക്കെ എനിക്ക് വിളമ്പിത്തരും. 10 നാൾ കഴിഞ്ഞ് പാല് ഏൽപ്പിച്ച് മടങ്ങുമ്പോൾ മാഷത മുറ്റത്തു നിൽക്കുന്നു. പല്ലുതേപ്പിനിടയിൽ എന്നോട് എന്തോ ആംഗ്യം കാണിച്ചു. വായ കഴുകി വന്ന് മാഷ് ചോദിച്ചു, നീ ഇപ്പൊ പഠിക്കുന്നില്ലേ? ഇല്ലെന്ന് ഞാൻ തലയാട്ടി. മാഷ് 10ാം ക്ലാസ്സിലെ മാർക്ക് ചോദിച്ചു. മാർക്ക് പറഞ്ഞപ്പോൾ മാഷിന്റെ മുഖം പ്രകാശിച്ചു. ഹാ, തരക്കേടില്ലാത്ത മാർക്കുണ്ടല്ലോ. പിന്നെന്താ നീ പ്രീ ഡിഗ്രിക്ക് ചേരാത്തത്? തെക്കുവടക്ക് നടന്ന് കൊല്ലം ഇപ്പോൾ തന്നെ ഒന്ന് വേസ്റ്റായില്ലേ? നിനക്ക് പഠിക്കണ്ടേ? ഞാനൊന്നും മിണ്ടാതെ തല കുനിച്ചു നിന്നു. നിന്റെ പേരെന്താ? ദേവദാസൻ. നാളെ പാല് കൊണ്ടുവരുമ്പോൾ അമ്മയെയും കൂട്ടി വാ. പിറ്റേന്ന് അമ്മയും ഒപ്പം വന്നു. നിറകണ്ണുകളോടെ അമ്മ സങ്കടങ്ങളുടെ വായ്പൊതി തുറന്നു. അതൊന്നും വിസ്തരിക്കല്ലേ എന്ന് 2-3 വട്ടം അമ്മയെ നുള്ളി. പക്ഷേ അമ്മ നിർത്തുന്നില്ല. ഒടുവിൽ മാഷ് പറഞ്ഞു, 1 കൊല്ലം വെറുതെ പോയി. ഇനി ഇവൻ പഠിക്കട്ടെ. ദേവദാസൻ പഠിച്ച് നല്ല നിലയിലാവും. മിടുക്കനാണ്. ചെലവൊക്കെ ഞാൻ നോക്കിക്കൊള്ളാം. മാഷ് എന്റെ തോളിൽ തട്ടി ധൈര്യം പകർന്നു. കോളേജ് എന്റെ സ്വപ്നത്തിൽ പോലുമുണ്ടായിരുന്നില്ല. മാഷ് ഒരു ദിവസം എരിക്കുളം ടൗണിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി വസ്ത്രങ്ങളും ബാഗും കുടയും ചെരുപ്പുമൊക്കെ വാങ്ങിത്തന്നു. കോളേജിൽ ചേർത്തതും മാഷ് തന്നെ.
ഉച്ചയ്ക്ക് പട്ടിണി കിടക്കണ്ട എന്ന് പറഞ്ഞ് കാന്റീനിൽ ഭക്ഷണവും ഏർപ്പാടാക്കി. അതോടെ എന്റെ ജീവിതം മാറിമറിഞ്ഞു. അടുക്കും ചിട്ടയുമായി. മാഷിന്റെ വീട്ടിലെ പുസ്തകങ്ങൾ കാണുമ്പോഴുള്ള പരിഭ്രമം നീങ്ങി. നിഗൂഢമായ ഒരിഷ്ടം തോന്നാൻ തുടങ്ങി. ഒരുനാൾ പാലയേൽപ്പിച്ചു മടങ്ങുമ്പോൾ മാഷ് ഒരു പുസ്തകം നീട്ടി. വായിച്ചിട്ട് മടക്കിക്കൊണ്ടുവരണം. ഒരാഴ്ച സമയമെടുത്തോ. പുസ്തകങ്ങൾ വായിക്കുന്നതിനെക്കുറിച്ചൊന്നും ഞാൻ ചിന്തിച്ചിരുന്നില്ല. വായിച്ചാൽ വല്ലതും മനസ്സിലാകുമോ? പകുതി ദൂരമായപ്പോൾ വെറുതെ പുറംചട്ടയിലേക്ക് നോക്കി. ഒരു കുടയും കുഞ്ഞുപെങ്ങളും. അതായിരുന്നു ശീർഷകം. അടിയിൽ എഴുത്തുകാരന്റെ പേരുമുണ്ട്. മുട്ടത്ത് വർക്കി. അന്നൊരു ശനിയാഴ്ചയായിരുന്നു. വീട്ടിലെത്തി അലസമായി പുസ്തകം തുറന്ന് ആദ്യ പേജിലേക്ക് കണ്ണുനീട്ടി. പിന്നെ സംഭവിച്ചത് അദ്ഭുതം. കയ്യിൽ നിന്ന് താഴെ വയ്ക്കാൻ തോന്നിയില്ല. സത്യം പറയാമല്ലോ, ഒറ്റയിരിപ്പിന് കഥ വായിച്ചു തീർത്തു. സങ്കടത്താൽ എന്റെ കണ്ണ് നിറഞ്ഞൊഴുകി. അമ്മ ദേഷ്യപ്പെട്ടു. നീ എന്തിനാടാ ചെക്കാ മോങ്ങുന്നേ? ഈ ബുക്കിലെ കഥ വായിച്ചിട്ടമ്മേ. നിനക്ക് കരയാൻ ഈടെ വേണ്ടത്രയുണ്ടല്ലോ കച്ചറകൾ. ബുക്ക് വായിച്ചിട്ട് കരയണോ? ഇനി കരയിപ്പിക്കുന്ന ബുക്ക് തരണ്ടാന്ന് പറയണം. ഉച്ചയ്ക്ക് ശേഷം പുസ്തകം രണ്ടാമതും വായിച്ചു. വീണ്ടും കരച്ചിൽ വന്നു. പിറ്റേന്നാൾ കാലത്ത് പുസ്തകം നീട്ടുമ്പോൾ മാഷ് സംശയിച്ചു. വായിച്ചില്ലേ? ഇഷ്ടായോ? ഇഷ്ടായി. രണ്ടൂട്ടം വായിച്ചു. മാഷിന്റെ മുഖത്ത് മന്ദഹാസം തെളിഞ്ഞു. എന്നെ ശരീരത്തോട് ചേർത്ത് പിടിച്ച് മൂർധാവിൽ തഴുകി. മിടുക്കൻ. മാഷ് എന്നെ കൈപിടിച്ച് ചെറിയൊരു മുറിയിലേക്ക് കൊണ്ടുപോയി. ദേവദാസ, ഈ മുറിയിലുള്ളതെല്ലാം ബാലസാഹിത്യമാണ്. വേണ്ടത് നോക്കിയെടുത്തോ. ഒരു പ്രാവശ്യം ഒന്നേ എടുക്കാവൂ. തിരിച്ചു വയ്ക്കുമ്പോൾ അതേ സ്ഥലത്ത് വയ്ക്കണം. അഴുക്ക് പറ്റരുത്. പേജുകൾ മടക്കരുത്. അന്നു മുതൽ ദിവസവും 1 എന്ന കണക്കിൽ ആർത്തിയോടെ എടുത്തു. മാസം 1 കഴിഞ്ഞപ്പോൾ മാഷ് എന്നെ മറ്റൊരു മുറിയിലേക്ക് നയിച്ചു. അത് വലിയ മുറിയായിരുന്നു. നിറയെ അട്ടിവെച്ച പുസ്തകങ്ങൾ. അലമാരകളിലും തിങ്ങി നിറഞ്ഞിട്ടുണ്ട്. മലയാളത്തേക്കാൾ ഇംഗ്ലീഷിലും ഹിന്ദിയിലുമുള്ള ബുക്കുകൾ. മോനെ, ഇത് നോവലുകളുടെ മുറിയാണ്. ഓരോ പുസ്തകവും ജീവനുള്ള ഓരോ വലിയ മനുഷ്യനാണ്. നിനക്കറിയാമോ, തലയ്ക്ക് തീപിടിച്ച മനുഷ്യരാണ് ഗംഭീരമായ നോവലുകൾ എഴുതുന്നത്. ഓരോന്നിലും കാണും ജീവിതത്തിന്റെ അത്ഭുത പ്രപഞ്ചങ്ങൾ. ഇതാ, ആദ്യം ഇത് വായിച്ചോ. നീട്ടിയ പുസ്തകം ഞാൻ ഭവ്യതയോടെ വാങ്ങി. കവറിലെ അക്ഷരങ്ങൾ ഞാൻ കൂട്ടി വായിച്ചു. തോട്ടിയുടെ മകൻ. ഒറ്റയിരിപ്പിലാണ് ആ ബുക്കും തീർത്തത്. മുട്ടത്തു വർക്കിയെ വായിച്ചതുപോലെ ഞാൻ കരഞ്ഞില്ല. പകരം ഇടിമിന്നലേറ്റ അവസ്ഥയിൽ പുസ്തകം മടക്കിവെച്ച് ചിന്താധീനനായി. അന്ന് രാത്രിയിൽ ചുടലമുത്തുവിനൊപ്പം തീട്ടച്ചാലിലൂടെ കൈക്കോട്ട് ചുമലിൽ വെച്ച് കുതിർന്നു നടക്കുന്നത് സ്വപ്നം കണ്ട് അറപ്പോടെ ഞെട്ടി ഉണർന്നു. പിറ്റേന്നു മുതൽ തകഴിയുടെ മറ്റു നോവലുകളുടെ വായനയായി. പിന്നാലെ ഉറൂബും ബഷീറും പൊറ്റേക്കാട്ടും എംടിയും കോവിലനുമൊക്കെ ഉത്സാഹത്തോടെ എന്റെ വീട്ടിലെത്തി. താമസിയാതെ മാഷ് എന്നെ മറ്റൊരു വലിയ മുറിയിലേക്ക് വിളിച്ചു. അത് ചെറുകഥകളുടെ മുറിയായിരുന്നു. കൊടുങ്കാടിന് നടുക്കെന്ന വിധം 100,000 കഥകളുടെ നടുക്ക് ഞാൻ നിശ്ചേതനനായി നിന്നപ്പോൾ മാഷ് ആദ്യ പുസ്തകം നീട്ടി. മരപ്പാവകൾ. കാരൂരിന്റെ ഹൃദയഹാരിയായ കഥകൾ എന്നെ വല്ലാതെ ഭ്രമിപ്പിച്ചു. നേരെ ചാടിയത് ബഷീറിന്റെ കഥകളിലേക്കായിരുന്നു. അപ്പോഴേക്കും എന്നെ എടുക്കൂ എന്ന് 100 കണക്കിന് കഥാപുസ്തകങ്ങൾ എന്റെ നേർക്ക് കൈകൾ നീട്ടാൻ തുടങ്ങി. പ്രീ ഡിഗ്രി കഴിഞ്ഞപ്പോൾ ഞാൻ മലയാളം BA-ക്ക് ചേരണമെന്ന് മാഷ് ആഗ്രഹിച്ചു. എന്റെ ഇഷ്ടവും അതായിരുന്നു. എരിക്കുളം കോളേജിൽ മലയാളം മെയിൻ ഉണ്ടായിരുന്നില്ല. അതിനാൽ എന്നെ ശ്രീകണ്ഠാപുരത്ത് ചേർത്തു. ദിവസവും പോയി വരാനാകില്ല. അതിനാൽ ഹോസ്റ്റലും ഏർപ്പാടാക്കി. രാവിലെ പുറപ്പെടാൻ നേരത്ത് മാഷ് 10 രൂപയുടെ ഒരു പുത്തൻ നോട്ടുകെട്ട് നീട്ടി. ഞാൻ പരിഭ്രമിച്ചു.
അത്രയും പണം ഞാൻ ഒന്നിച്ച് കണ്ടിരുന്നില്ല. ഞാൻ മടിച്ചു നിന്നപ്പോൾ മാഷ് ഗുണദോഷിച്ചു. വാങ്ങിച്ചോ, കടമായിട്ട് കൂട്ടിക്കോ. ജോലിയൊക്കെ കിട്ടി പണക്കാരനാവുമ്പോൾ തിരിച്ചു തന്നാൽ മതി. ദൂരെ പോവുകയല്ലേ, പണത്തിന് ആവശ്യം കാണും. എനിക്ക് മനസ്സിലായി. അഭിമാനക്ഷതം ഉണ്ടാവാതിരിക്കാനാണ് കടം എന്ന് പറഞ്ഞത്, അല്ലാതെ പണം തിരിച്ചു കിട്ടാൻ വേണ്ടിയൊന്നുമല്ല. ആദരത്തോടെ ഇരു കൈകളും നീട്ടി പണം വാങ്ങിച്ചു. പിന്നിൽ നിന്ന അമ്മ ചുണ്ടുകൾ അടക്കി പിടിച്ചിട്ടും കരച്ചിലിന്റെ ഒരു ചീള് പുറത്തേക്ക് തെറിച്ചു. പടിയിറങ്ങുമ്പോൾ മാഷ് പറഞ്ഞു, ഒരു നിമിഷം നിൽക്കൂ. ഇയാള് മലയാള ഭാഷാ പണ്ഡിതനാകാൻ പോവുകയല്ലേ, എന്റെ വക ഒരു സമ്മാനമുണ്ട്. മാഷ് അകത്തേക്കോടി ഒരു പുസ്തകവുമായി വന്നു. കയ്യിലേക്ക് വെച്ച് തന്നു. ടാഗോറിന്റെ ഗീതാഞ്ജലി പരിഭാഷ, ജി ശങ്കരക്കുറുപ്പ്. എന്റെ കൈകൾ സന്തോഷത്താൽ വിറച്ചു. ഹോസ്റ്റലിലെത്തി ഒറ്റയ്ക്കായപ്പോൾ ബാഗ് തുറന്ന് ഗീതാഞ്ജലി കയ്യിലെടുത്തു. അപ്പോഴും വിരലുകൾ വിറച്ചു. പതുക്കെ ബുക്ക് തുറന്ന് വായന തുടങ്ങി. പാതിരാത്രിയാകുമ്പോഴേക്കും ആ കാവ്യസരിത്തിൽ ഞാൻ മുങ്ങിത്തീർന്നിരുന്നു. പുലർച്ചെ ഞെട്ടിയുണരുമ്പോൾ മുറ്റത്ത് അയക്കയറിൽ ഒറ്റയ്ക്ക് മഴ നനയുന്ന കുഞ്ഞിന്റെ ഉടുപ്പുപോലെ എന്റെ ഉള്ളിൽ ഒരു കവിത ഉറവെടുത്തിരുന്നു. തുളുമ്പിപ്പോകാതിരിക്കാൻ മുഖം പോലും കഴുകാതെ ഞാനത് കടലാസിലേക്ക് പകർത്തി. 18 വരികൾ എഴുതി അടിവരയിട്ടപ്പോൾ ഒരു കാര്യം വ്യക്തമായി. കവിതയുടെ അനുഭൂതികൾക്ക് ഭാഷയുടെ കുപ്പായം ഇടുവിക്കുക അസാധ്യമാണ്. ശ്രമിക്കാം എന്നേയുള്ളൂ. തൃപ്തി തോന്നാത്തതിനാൽ ആരെയും കാണിക്കാതെ അത് ഗീതാഞ്ജലിയുടെ ഉള്ളിൽ മടക്കിവെച്ചു. ആ ആഴ്ചയറുതിയിൽ നാട്ടിലെത്തിയതും ബാഗ് ഇറയത്തിട്ട് പുസ്തകവീട്ടിലേക്ക് പാഞ്ഞു. കോളേജ് വിശേഷങ്ങൾ മാഷ് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ അഭ്യർത്ഥിച്ചു, മാഷ് ഇതുവരെ എന്നെ കവിതാമുറിയിൽ കയറ്റിയിട്ടില്ല. മാഷ് പുഞ്ചിരിച്ചു. വന്നോളൂ. നടപ്പിനിടയിൽ മാഷ് പറഞ്ഞു, ദേവദാസ, ഈ വീട്ടിൽ ഇനി നിനക്ക് ഏതു മുറിയിലും കയറാം. കവിത മാത്രമല്ല, ആത്മകഥയുടെയും ജീവചരിത്രത്തിന്റെയും നിരൂപണത്തിന്റെയും നാടോടി വിജ്ഞാനീയത്തിന്റെയും മുറികളിലൊന്നും നീ കയറിയിട്ടില്ലല്ലോ. 10 പുസ്തകം വരെ ഒറ്റത്തവണ എടുത്തോളൂ. പക്ഷേ ഒന്നുപോലും നഷ്ടപ്പെടാനിടവന്നൂടാ. പുസ്തകവീട്ടിലെ ഏറ്റവും വലിയ മുറി കവിതയുടേതായിരുന്നു. മലയാളത്തിൽ അന്നോളമിറങ്ങിയ എല്ലാമുണ്ട്. പല പല രാജ്യങ്ങളുടെ കാവ്യസമ്പത്തുണ്ട്. പുതിയ കാവ്യപുസ്തകങ്ങൾ മാത്രം തിരഞ്ഞെടുക്കുന്നത് കണ്ട് മാഷ് നിർദ്ദേശിച്ചു, പഴങ്കാല കൃതികളും വായിക്കണം കേട്ടോ. നല്ലതായി തോന്നുന്ന ശ്ലോകങ്ങളും പദ്യങ്ങളുമൊക്കെ ഹൃദിസ്ഥമാക്കണം. ഒറ്റയ്ക്ക് നടക്കുമ്പോൾ അതോരോന്നായി മിഠായി നുണയുന്നതുപോലെ നുണയണം. നമ്പ്യാരെയും എഴുത്തച്ഛനെയുമൊക്കെ വായിക്കണം. പിന്നെ കണ്ണശന്മാർ, എഴുത്തച്ഛനേക്കാളും മനീഷികളാണവർ. കണ്ണശന്മാരെ ആദ്യമായിട്ട് കേൾക്കുകയായിരുന്നു. പെട്ടെന്ന് ഞാൻ ഓർമ്മിച്ചു, മാഷേ, ഇന്നലെ മലയാളം മാഷ് ക്ലാസ്സിൽ ഉണ്ണുനീലി സന്ദേശം കൊണ്ടുവന്ന് പരിചയപ്പെടുത്തി. കാളം പോലെ എന്ന ആദ്യ ശ്ലോകം ചൊല്ലി വ്യാഖ്യാനിച്ചു. തേൻപലക പോലെ മാധുര്യം നിറഞ്ഞ ശ്ലോകമാണ്. മാഷ് പുസ്തക അട്ടികൾക്കിടയിലൂടെ നടന്ന് ഉണ്ണുനീലി സന്ദേശം എടുത്തു. വിസ്മയം തോന്നി. എത്ര വേഗത്തിലാണ് പുസ്തകസാഗരത്തിൽ നിന്ന് വേണ്ടത് മുങ്ങിയെടുക്കുന്നത്. ഇതിലെ ഏതെങ്കിലും ശ്ലോകത്തിന്റെ അവസാന വരി വായിക്കൂ, ഞാൻ അതിനടുത്ത ശ്ലോകം ചൊല്ലാം. ഞാൻ 47-ാമത്തെ ശ്ലോകമെടുത്ത് ലാസ്റ്റ് വരി ചൊല്ലി. അതാ മാഷ് 48-ാമത്തെ ശ്ലോകം അനർഗളമായി പാടുന്നു. 2 വട്ടം കൂടി പരീക്ഷിച്ചപ്പോഴും മാഷ് വിജയിച്ചു. ഈ മാഷ് സാധാരണക്കാരനല്ല, അത്ഭുത മനുഷ്യനാണ്. അടുത്ത ആഴ്ച സ്വന്തമായി എഴുതിയ 5-6 കവിതകൾ കൊണ്ടാണ് വന്നത്. സന്തോഷത്തോടെ മാഷ് കൈനീട്ടി. ഓഹോ, നീ കവിതയെഴുത്തും തുടങ്ങിയോ? നന്നായി. തരൂ, ഞാൻ സമയം കിട്ടുമ്പോൾ വായിച്ചോളാം. അടുത്ത 2-3 വരവിലും കവിതകളെക്കുറിച്ച് മാഷ് മിണ്ടിയില്ല. ഞാനൊട്ട് ചോദിച്ചതുമില്ല. കൊള്ളാത്തതുകൊണ്ട് ജനലിലൂടെ ചുരുട്ടി എറിഞ്ഞു കാണും. അതിനടുത്ത ആഴ്ച പുസ്തകമെടുക്കാൻ ചെന്നപ്പോൾ പതിവില്ലാതെ മാഷ് എന്നെ അരികിലെ സ്റ്റൂളിലിരുത്തി.
പുതിയ മാതൃഭൂമി ആഴ്ചപ്പതിപ്പെടുത്ത് 40-ാം പേജ് മറിക്കാൻ ആവശ്യപ്പെട്ടു. ഞാൻ അന്തിച്ചുപോയി. എന്റെ ഗഗനചാരികൾ എന്ന കവിത അച്ചടിച്ചു വന്നിരിക്കുന്നു. ശീർഷകത്തിനു കീഴെ ദേവദാസൻ മഞ്ഞുകാവ് എന്ന് അച്ചടിച്ചിരിക്കുന്നു. ഒരിക്കൽ അമ്മമ്മയുടെ നാടിന്റെ പേര് മഞ്ഞുകാവാണെന്ന് പറഞ്ഞതും അത് കേട്ടപ്പോൾ മനോഹരമായ നാട്ടുപേരാണല്ലോ എന്ന് മാഷ് പ്രതികരിച്ചതും ഓർമ്മ വന്നു. ഒറ്റ ശ്വാസത്തിൽ ഞാൻ അച്ചടിമഷി പുരണ്ട സ്വന്തം കവിത വായിച്ചു. അപ്പോഴേക്കും സന്തോഷത്താൽ എന്റെ കണ്ണ് നിറഞ്ഞിരുന്നു. കൃതജ്ഞതയോടെ മാഷെ നോക്കി. മാഷ് എന്റെ ചുമലിൽ അമർത്തിപ്പിടിച്ചു. ഏയ്, ചിരിക്കാനുള്ള നേരമല്ലേ ഇത്? കണ്ണീര് നിറഞ്ഞ ചിരിയോടെ നിന്നപ്പോൾ മാഷ് പറഞ്ഞു, നീ തന്നതിൽ ഇക്കവിത കൊള്ളാമെന്ന് തോന്നി. അതാ ഞാൻ അയച്ചു കൊടുത്തത്. അറിയാമല്ലോ, മാതൃഭൂമിയിൽ ഒന്ന് അച്ചടിച്ചു വന്നാൽ വായനക്കാർ കവിയായി അംഗീകരിക്കും. അത് ശരിയാണെന്ന് കോളേജിലെത്തിയപ്പോൾ വ്യക്തമായി. പലരുടെ കയ്യിലും ആഴ്ചപ്പതിപ്പ് കണ്ടു. പലരും കവിത നന്നായെന്ന് അഭിനന്ദിച്ചു. ഗിരിധരൻ മാഷ് ക്ലാസ്സിൽ കൊണ്ടുവന്ന് കവിത അവതരിപ്പിച്ചപ്പോൾ ഞാൻ കോരിത്തരിച്ചു. 2 ആഴ്ച കഴിഞ്ഞ് 4 കവിത കൂടി എഴുതി ഭുവനേന്ദ്രൻ മാഷെ കാണിച്ചു. നന്നായിട്ടുണ്ട്, ധാരാളം എഴുതൂ എന്ന് പ്രോത്സാഹിപ്പിച്ചു. മാഷ് തന്നെ പ്രസിദ്ധീകരണത്തിന് അയച്ചു കൊടുക്കുമോ എന്ന് ചോദിച്ചപ്പോൾ മറുപടി ഇങ്ങനെയായിരുന്നു: വളരെ ബോധിച്ചത് ദേവദാസൻ തന്നെ അയച്ചു കൊടുക്കൂ. ഞാനൊന്ന് ഉന്തിത്തന്നു എന്നേയുള്ളൂ. ഇതെന്റെ നിയോഗം. കവിതയുടെ താമരത്തോണി നീ ഒറ്റയ്ക്ക് തന്നെ തുഴയണം. പിന്നെ ഒന്നെഴുതിയാൽ 9 കൊല്ലം വെക്കണമെന്നാ ഗ്രീക്ക് ചിന്തകനായ ഹൊറേസ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ വീണ്ടും വീണ്ടും വായിച്ചു നോക്കി സംതൃപ്തി തോന്നിയാലേ പ്രകാശിപ്പിക്കാവൂ. അത്ര വേണ്ടെങ്കിലും 1-2 മാസമെങ്കിലും കയ്യിൽ വച്ചിരിക്കണം. പുതുക്കിക്കൊണ്ടേയിരിക്കണം. എന്നിട്ടും തൃപ്തി വന്നില്ലെങ്കിൽ അയച്ചു കൊടുക്കരുത്, കീറിക്കളയണം. ഇപ്പോൾ പുതിയ കുട്ടികൾക്ക് 9 സെക്കൻഡ് പോലും കാത്തിരിക്കാൻ ക്ഷമയില്ല. ആ വാക്കുകൾ എന്റെ കണ്ണ് തുറപ്പിച്ചു. പിൽക്കാലത്ത് കവിത എഴുതുമ്പോഴൊക്കെ ഞാൻ ഈ അവധാനത പുലർത്തി. ഡിഗ്രി ഫൈനൽ ഇയർ ആയപ്പോൾ ഒരു സംഭവമുണ്ടായി. പ്രിൻസിപ്പൽ ശേഷാദ്രി സാർ എന്നെ വിളിപ്പിച്ചു. ഞാൻ വിരണ്ടു. മുന്നിൽപ്പെട്ടാൽ സിംഹത്തെപ്പോലെ കുട്ടികൾ ഭയക്കുന്ന മനുഷ്യനാണ്. കയ്യിൽ എപ്പോഴും ചൂരലുണ്ടാവും. ഇംഗ്ലീഷ് പ്രൊഫസറായിരുന്നു. പ്രിൻസിപ്പലായിട്ടും ഇടയ്ക്ക് അധ്യാപകർ ലീവായാൽ ആ ക്ലാസ്സിൽ മടിയില്ലാതെ ഓടിക്കയറും. ക്ലാസ് കേൾക്കാൻ പല ഡിപ്പാർട്ട്മെന്റിലെ കുട്ടികളും നുഴഞ്ഞു കയറും. അത്ര ഗംഭീരൻ പ്രകടനമാണ്. വിഷയം ഷേക്സ്പിയർ ആണെങ്കിൽ പറയുകയേ വേണ്ട. പ്രിൻസിപ്പലിന്റെ മുറിയിലേക്ക് കയറുമ്പോൾ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. അറിയാതെ എന്തെങ്കിലും തെറ്റ് സംഭവിച്ചിട്ടുണ്ടാകുമോ? കട്ടിമീശയ്ക്ക് കീഴെ പരുക്കനായ ചിരി വിടർന്നു. ദേവദാസനല്ലേ? ഞാൻ തലകുലുക്കി. ഇരിക്കൂ. ഞാൻ പരിഭ്രമിച്ചു. വേണ്ട സാർ, ഞാൻ നിന്നോളാം. ശേഷാദ്രി സാർ എഴുന്നേറ്റ് വന്ന് എന്നെ കസേരയിൽ പിടിച്ചിരുത്തി. ഓ, മാതൃഭൂമിയിൽ കവിത വന്നതുകൊണ്ടാവും, ഞാൻ കരുതി. സാർ ഗൗരവം ഭാവിച്ചു. മിസ്റ്റർ ദേവദാസൻ, ഈ കോളേജിനു വേണ്ടി ഒരു ഉപകാരം ചെയ്യണം. ആശങ്കയോടെ ഞാൻ ചുറ്റും നോക്കി. മാഷ് തുടർന്നു. നമ്മുടെ കോളേജിന്റെ സിൽവർ ജൂബിലി ഉദ്ഘാടനം ചെയ്യാൻ ഭുവനചന്ദ്രൻ സാറിനെ കിട്ടണം. കുറച്ചു വർഷങ്ങളായി അദ്ദേഹം പ്രസംഗത്തിനെങ്ങും പോകാറില്ല. ദേവദാസൻ പറഞ്ഞാൽ സംഭവം നടക്കും. ക്ഷണിക്കാൻ ഞാനും വരാം. ഞാൻ അന്തിച്ചുപോയി. ശേഷാദ്രി സാർ എന്നോട് അപേക്ഷിക്കുകയാണ്. അന്ന് വൈകിട്ട് പ്രിൻസിപ്പലിന്റെ കാറിനരികെ കാത്തുനിൽക്കുമ്പോൾ സംഭവം അറിഞ്ഞ് നിരവധി കുട്ടികൾ കാറിനെ വലയം ചെയ്ത് നിൽപ്പുണ്ടായിരുന്നു. കോളേജിൽ അന്ന് വേറെ ആർക്കും കാറുണ്ടായിരുന്നില്ല. ശേഷാദ്രി സാറിന്റെ നീല ഫിയറ്റിൽ കയറാൻ നിൽക്കുന്ന എന്നെ എല്ലാവരും അത്ഭുതത്തോടെ നോക്കുകയാണ്. ചുറ്റും കണ്ണോടിക്കുമ്പോൾ മിന്നൽ പോലെ ഞാൻ കണ്ടു. പെൺകുട്ടികൾക്കിടയിൽ മഞ്ഞ ശലഭങ്ങൾ ചിറകടിക്കുന്ന മെറൂൺ ദാവണിയുടുത്ത ജലജ. മനസ്സിലേക്ക് ആഹ്ലാദം പൊന്തി വന്നെങ്കിലും ഞാൻ അവളെ കണ്ടതായി നടിച്ചില്ല. ഡോർ തുറന്നു തന്ന് ശേഷാദ്രി സാർ എന്നെ മുൻസീറ്റിലിരുത്തി. ആദ്യമായിട്ട് കാറിൽ കയറുകയാണ്, അതും സിംഹമനുഷ്യന്റെ അരികിൽ. എനിക്ക് ശ്വാസം മുട്ടുന്നുണ്ടായിരുന്നു. സാർ ലാഘവത്തോടെ ചിരിച്ചു.
പേടിയുണ്ടോ? ഇല്ലെന്ന് തലയാട്ടി. നാട്ടിലെത്തുന്നതുവരെ സാർ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. ചെമ്പരത്തിവേലിക്ക് മുന്നിലെ പോക്കുവെയിലിന്റെ മഞ്ഞ വെളിച്ചത്തിൽ കാറ് നിന്നു. എന്തുകൊണ്ടോ ഇംഗ്ലീഷിലാണ് അവർ സംസാരം തുടങ്ങിയത്. എലിയട്ടും മഹാഭാരതവും കഠോപനിഷത്തുമൊക്കെ വിഷയങ്ങളായി. അധികമൊന്നും മനസ്സിലായില്ലെങ്കിലും ഇരുവരുടെയും പാണ്ഡിത്യവും ഓർമ്മശക്തിയും എന്നെ അത്ഭുതസ്തിമിതനാക്കി. ഭുവനേന്ദ്രൻ മാഷ്ക്ക് കവിത പോലെ ഇംഗ്ലീഷും വഴങ്ങുമെന്നത് എനിക്ക് പുതിയ അറിവായിരുന്നു. പതുക്കെ പതുക്കെ മാഷ്ടെ ആന്തരിക ജ്വലനങ്ങൾക്ക് ശേഷാദ്രി സാർ വിനീതവിധേയനായി ചെവി കൊടുത്തു തുടങ്ങി. 1.5 മണിക്കൂർ കഴിഞ്ഞപ്പോഴാണ്, ചുറ്റും ഇരുൾ വ്യാപിച്ചപ്പോഴാണ് വന്ന കാര്യം സാർ വെളിപ്പെടുത്തിയത്. ഭുവനേന്ദ്രൻ മാഷ് നിശബ്ദനായി. കുറച്ചു കാലമായി പ്രസംഗത്തിനൊന്നും പോകാറില്ല. എനിക്ക് വായിച്ചു തീർക്കാൻ ഒരുപാടുണ്ട്, സമയമില്ല ഒട്ടും. ശേഷാദ്രി സാർ വീണ്ടും യാചിച്ചു. അന്നേരം മാഷ് എന്റെ മുഖത്തേക്ക് നോക്കി. ഞാൻ വരണോ? നീ പറ. വരണം. അല്പം ഉച്ചത്തിൽ പെട്ടെന്നായിരുന്നു എന്റെ പ്രതികരണം. ഭുവനേന്ദ്രൻ മാഷ് പ്രഭാഷണത്തിന് എത്തുന്നുണ്ടെന്നറിഞ്ഞ് ദൂരദിക്കുകളിൽ നിന്നും സഹൃദയർ കോളേജിലെത്തി. മുത്തുക്കുടകളും താലപ്പൊലികളുമായാണ് മാഷെ വരവേറ്റത്. 2 മണിക്കൂർ നീണ്ട ഘനഗംഭീരമായ പ്രസംഗം. ഓഡിറ്റോറിയത്തിൽ കടലാസ് വീണാൽ പോലും കേൾക്കാവുന്ന നിശബ്ദതയായിരുന്നു. ലാവാപ്രവാഹം പോലെ വാക്കുകളുടെ സാരവത്തായ ഭാഷയുടെ അനർഗള പ്രവാഹം. സദസ്യർ കരിങ്കൽ പ്രതിമകളെപ്പോലെ അനക്കമറ്റിരുന്നു. പിറ്റേനാൾ എന്റെ ജീവിതമാകെ മാറ്റിമറിച്ച സംഭവമുണ്ടായി. രാവിലെ എത്തുമ്പോഴുണ്ട്, ലാംഗ്വേജ് ബ്ലോക്കിലെ പിരിയൻ ഗോവണിച്ചുവട്ടിൽ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റിലെ ജലജ ഒറ്റയ്ക്കു നിൽക്കുന്നു. ചുവന്ന ചെമ്പരത്തികൾ വിരിഞ്ഞ മഞ്ഞദാവണിയിൽ. കവിതകൾ വായിക്കാൻ കൊടുത്ത് പലതവണ മുട്ടിനോക്കിയതാണ്. വില കൂടിയ വസ്ത്രങ്ങൾ അണിയുന്ന സുന്ദരിയായ അവൾക്ക് നിറംകെട്ട ഷർട്ടുകളിടുന്ന ഇരുനിറക്കാരനായ എന്നോട് താൽപ്പര്യം തോന്നേണ്ട കാര്യമില്ല. പോരാണ്ട് സയൻസ് ബ്ലോക്കിലെ 3-4 ചുള്ളന്മാർ എന്നേരവും അവളെ ചുറ്റിപ്പറ്റി നടക്കുന്നുമുണ്ട്. കാണാത്ത പോലെ മുന്നോട്ട് നടക്കുമ്പോൾ ജലജയുടെ മധുര ശബ്ദം മുഴങ്ങി. ദേവദാസ്, ഒന്ന് നിൽക്കൂ. ഞാൻ നിന്നു. അവൾ ഓടിവന്ന് മൊഴിഞ്ഞു. കവിതകളൊക്കെ വായിക്കാറുണ്ട് കേട്ടോ. ഗഗനചാരികളും എനിക്കിഷ്ടമായി. പറവകളെപ്പോലെ മനുഷ്യർക്കും അതിരുകളില്ലാത്ത ആകാശത്തിലൂടെ സ്വതന്ത്രമായി പറക്കാൻ കഴിഞ്ഞെങ്കിൽ എന്ന് ഞാനും ആശിച്ചുപോയി. പിന്നെ ഇന്നലത്തെ ഭുവനചന്ദ്രൻ സാറിന്റെ പ്രഭാഷണം, ഹോ, ഉജ്ജ്വലമായിരുന്നു. ചെവിയിലിപ്പോഴും അതിന്റെ കമ്പനം മുഴങ്ങുന്നുണ്ട്. ഭുവനചന്ദ്രൻ സാർ ഇവിടെ എത്തിയതിന്റെ ഫുൾ ക്രെഡിറ്റും നിനക്കാണ്. ജലജയുടെ വാക്കുകൾ കേട്ട് എനിക്ക് രോമാഞ്ചമുണ്ടായി. തുടർന്നുള്ള പ്രഭാതങ്ങളിലും പിരിയൻ ഗോവണിച്ചുവട്ടിൽ ഞങ്ങൾ സംഗമിച്ചു. ബന്ധം പിരിയാൻ വയ്യാത്ത അവസ്ഥയിലെത്തിയപ്പോൾ ഒരു നാൾ മുന്നറിയിപ്പ് തന്നു. സൂക്ഷിക്കണം, എന്റെ ഏട്ടന്മാരറിഞ്ഞാൽ വലിയ പ്രശ്നമാകും. മുന്നും പിന്നും നോക്കാത്ത എടുത്തുചാട്ടക്കാരാണ്. ആരും അറിയണ്ട നമ്മുടെ രഹസ്യം. ഞാൻ സമ്മതിച്ചു. ഡിഗ്രി കഴിഞ്ഞപ്പോൾ ബിഎഡിന് അപേക്ഷിക്കാനും ചേർക്കാനുമുള്ള ഏർപ്പാടുകൾ മാഷ് തന്നെയാണ് ചെയ്തത്. മാനന്തവാടിയിലായിരുന്നു എനിക്ക് സീറ്റ് കിട്ടിയത്. ജലജയും അവിടെ തന്നെ ഇംഗ്ലീഷ് വിഭാഗത്തിൽ വന്നു ചേർന്നു. അതിനാൽ ഞങ്ങളുടെ പ്രണയനദി വിഘ്നങ്ങളില്ലാതെ ഒഴുകിക്കൊണ്ടിരുന്നു. അത്തവണ പൂജാവതിക്ക് നാട്ടിലെത്തിയപ്പോൾ കുറേ ദിവസങ്ങളായി മനസ്സിൽ വെമ്പുന്ന കാര്യം ഞാൻ വെളിപ്പെടുത്തി. മാഷേ, അന്ന് കോളേജിൽ ചെയ്ത പ്രഭാഷണം കിടിലനായിരുന്നു. ഇപ്പോഴും അത് ചെവിയിൽ മുഴങ്ങുന്നുണ്ടെന്ന് പലരും പറയുന്നു. എന്നിട്ടും പ്രസംഗത്തിന് ക്ഷണിച്ചാൽ മാഷെന്താ പോകാത്തത്? മാഷ് ഒന്നും മിണ്ടാതെ പുഞ്ചിരിച്ചു. ഞാൻ തുടർന്നു. ഏതോ നാട്ടിലെ മാഷ് പ്രസംഗിക്കുമ്പോൾ മുന്നിലിരുന്ന ആരോ ഉറങ്ങി താഴെ വീണെന്നും അതോടെ മാഷ് പ്രസംഗം നിർത്തി എന്നും ഒരു കഥ കേട്ടിട്ടുണ്ട്. മാഷ് പൊട്ടിച്ചിരിച്ചു. ഇല്ലാ കഥകൾ മെനയാൻ മലയാളികളെപ്പോലെ ലോകത്തിൽ മിടുക്ക് മറ്റാർക്കുണ്ട്? കഥ എനിക്കിഷ്ടായി. പക്ഷേ ഞാൻ മൈക്കിനു മുന്നിൽ നിൽക്കുമ്പോൾ ആരും ഉറങ്ങുന്നത് കണ്ടിട്ടില്ല. മാഷ് ഇനിയും പോകണം. പ്രഭാഷണകലയിൽ മാഷെ വെല്ലാൻ മലയാളത്തിൽ ഇന്നാരുമില്ല. ഓ, എനിക്ക് പ്രസംഗത്തേക്കാൾ ആനന്ദം തരുന്നത് വായനയാണ്.
എത്ര മണിക്കൂർ വായിച്ചാലും എനിക്ക് മതിവരില്ല. പ്രഭാഷണങ്ങൾക്ക് പോകുന്നത് വലിയ സമയനഷ്ടമാണ്. ഞാൻ അല്പം കൂടി സ്വാതന്ത്ര്യമെടുത്തു. ഇങ്ങനെ വായിച്ച് വായിച്ച് മുറി അടച്ചിരുന്ന് പുസ്തകപ്പുഴുവായി ഒരു ജന്മം പാഴാക്കി കളയണോ മാഷേ? ഇവൻ ആള് കൊള്ളാമല്ലോ എന്ന ഭാവത്തിൽ മാഷ് എന്നെ ഒരു നോട്ടം നോക്കി. പിന്നെ ഒരു നിമിഷം കണ്ണുകളടച്ച് ധ്യാനനിമഗ്നനായി. ചൊല്ലിക്കഴിപ്പിച്ചത് അവിവേകമായോ എന്ന വേവലാതി എന്നെ ചൂഴ്ന്നു. മാഷ് മനസ്സു തുറന്നു. ജീവിതം പാഴാക്കുകയല്ലേ ഒരർത്ഥത്തിൽ ഏവരും ചെയ്യുന്നത്? ഇഷ്ടമുള്ള കാര്യങ്ങളും ഇഷ്ടമില്ലാത്ത കാര്യങ്ങളും ചെയ്ത് ചെയ്ത്. ജീവിതം എന്ന് പറയുന്നത് തന്നെ വാസ്തവത്തിൽ എന്താണ്? മരണത്തിലേക്കുള്ള ഒരു യാത്ര മാത്രം. ജനന മരണങ്ങൾക്കിടയിലുള്ള ചെറിയ ഇടവേളയിൽ മനുഷ്യൻ എന്തെല്ലാമോ കാട്ടിക്കൂട്ടുന്നു. വ്യാസൻ പറയും, ജീവിതമാകുന്ന നദി മരണമാകുന്ന സമുദ്രത്തിലേക്ക് അതിവേഗം കുതിക്കുമ്പോൾ ആ ഒഴുക്കിലെ ഭയങ്കരന്മാരായ 2 മുതലകൾ നേർക്കും. ആദ്യം വാർദ്ധക്യമാകുന്ന മുതല, പിന്നാലെ മൃതിയാകുന്ന മുതല. ദയയില്ലാത്ത ഈ മുതലകളിൽ നിന്ന് ഭൂമിയിൽ പിറന്ന ആർക്കും രക്ഷയില്ല. ഇത്തിരി നേരമുള്ള ഈ പരക്കംപാച്ചിലിനിടയിൽ ഒരാൾ എങ്ങനെ ആനന്ദിക്കുന്നു എന്നതാണ് മുഖ്യം. എനിക്ക് വായനയാണ് ലഹരി തരുന്നത്. എനിക്ക് വായിച്ചുകൊണ്ടേയിരിക്കണം. അവസാന ശ്വാസമെടുക്കുമ്പോഴും പ്രിയപ്പെട്ടൊരു പുസ്തകം ഞാൻ നിവർത്തിപ്പിടിച്ചിട്ടുണ്ടാകും. വായിക്കുമ്പോൾ എനിക്കൊരിക്കലും നഷ്ടബോധം തോന്നാറില്ല. ഞാൻ വിഷയം മാറ്റിപ്പിടിച്ചു. മാഷെന്താ കല്യാണമൊന്നും കഴിക്കാതെ ഒറ്റാന്തടിയായി ജീവിക്കുന്നേ? അർത്ഥഗർഭമായ പുഞ്ചിരിയോടെ മാഷ് നിശബ്ദത വരിച്ചു. ഞാൻ അന്നേരം ഒരു ചൂണ്ടയിട്ടു. MA-ക്ക് പഠിക്കുന്ന കാലത്ത് മാഷ് പ്രണയത്തിൽപ്പെട്ടൂന്നും അവള് മാഷ് ചതിച്ചൂന്നും ഒരു കഥ കേട്ടിരുന്നു. മാഷ് വീണ്ടും പൊട്ടിച്ചിരിച്ചു. നീ വരൂ. എന്റെ കൈ പിടിച്ച് കിടപ്പുമുറിയിലേക്ക് കൊണ്ടുപോയി. ബാലസാഹിത്യമുറി പോലെ ചെറുതായിരുന്നു. ആദ്യമായിട്ടാണ് പ്രവേശിക്കുന്നത്. മുറി നടുവിൽ കഷ്ടിച്ച് 2 അടി മാത്രം വീതിയുള്ള കട്ടിൽ. 4 ചുറ്റിലും പുസ്തകക്കൂനകൾ. കിടന്ന് വെറുതെ കൈനീട്ടിയാൽ പുസ്തകങ്ങൾ കൈകളിലേക്ക് ഒഴുകിവരും. അയ്യോ മാഷേ, ഇക്കട്ടിലിൽ ഒന്ന് തിരിഞ്ഞും മറിഞ്ഞും കിടക്കാൻ പറ്റില്ലല്ലോ. കട്ടിലിൽ ഇരുന്നുകൊണ്ട് മാഷ് പുഞ്ചിരിച്ചു. ഉറക്കം വരാത്തവരല്ലേ തിരിഞ്ഞും മറിഞ്ഞും കിടക്കുന്നത്? കണ്ണടച്ച് കിടന്നാൽ ആ നിമിഷം ഞാൻ ഉറങ്ങും. പുലർച്ചെ 4-ന് കൃത്യം ഞാൻ ഉണരും. ക്ലോക്കോ അലാറമോ ഈ വീട്ടിലില്ല. എന്റെ ശരീരത്തിൽ ഒരു ഘടികാരമുണ്ട്. എപ്പോൾ ചോദിച്ചാലും ഞാൻ സമയം പറയും. ഞാൻ അമ്പരന്നിരിക്കെ മാഷ് തുടർന്നു. എടോ, ഈ ചെറിയ കട്ടിലിൽ ഒരു പെണ്ണിനുകൂടി സ്ഥലമുണ്ടോ? അഥവാ വലതുകാൽ വെച്ച് ഒരുവൾ കയറി വന്നാൽ തന്നെ ഈ പുസ്തകങ്ങൾക്കിടയിൽ എത്ര ദിവസം തങ്ങും? മാത്രമല്ല, 2ാമതൊരാൾ ഉണ്ടായാൽ എന്റെ ഘടികാരം ഛിന്നഭിന്നമാകും. എടോ വിളി ഞാൻ ആസ്വദിച്ചു. അതൊരു വലിയ അംഗീകാരമായി തോന്നി. കഠോപനിഷത്ത് വലിച്ചെടുത്ത് പേജുകൾ മറിച്ചുകൊണ്ട് മാഷ് പ്രസ്താവിച്ചു. എനിക്ക് വായന പ്രാണവായുവാണ് ദേവദാസൻ. വായന ജീവനാണ്. മത്സ്യങ്ങളെ പിടിച്ച് കരയിലിട്ടാലെന്ന പോലെ പുസ്തകങ്ങൾ കയ്യിലില്ലെങ്കിൽ ഞാൻ ശ്വാസം മുട്ടി പിടഞ്ഞു മരിച്ചുപോകും. ഈ പുസ്തകം വായിച്ചു തീർത്ത് നെഞ്ചിൽ മലർത്തിവെച്ചുറങ്ങുമ്പോൾ മരത്തിൽ നിന്ന് ഒരില വീഴുന്നതുപോലെ അനായാസേന മരിക്കണമെന്നാണ് എന്റെ ജീവിതാഭിലാഷം. മാഷ് എഴുന്നേറ്റു. കഠോപനിഷത്ത് എടുത്ത അതേ സ്ഥലത്ത് വെച്ചു. പിന്നാലെ നടക്കുമ്പോൾ ഞാൻ ലജ്ജയോടെ ഉരുവിട്ടു. എനിക്ക് മറ്റൊരു കാര്യം പറയാനുണ്ട് മാഷേ. പറഞ്ഞോളൂ. ജലജ പ്രണയഭാജനമായ സംഭവം ഞാൻ ചുരുക്കി പറഞ്ഞു. മാഷിന്റെ പ്രഭാഷണമായിരുന്നു അതിന് കാരണമായതെന്നും സൂചിപ്പിച്ചു. ഊറിച്ചിരിച്ച് അദ്ദേഹം മുന്നറിയിപ്പ് തന്നു. 2-ൽ-1 ജോലി കിട്ടുന്നതുവരെ സാഹസമൊന്നും കാണിക്കരുത്. ആദ്യം ലിസ്റ്റിൽ വന്ന് ജോലിയിൽ പ്രവേശിച്ചത് ഞാനായിരുന്നു. ഇംഗ്ലീഷ് ലിസ്റ്റിൽ ജലജ കുറച്ച് പിന്നിലായിരുന്നു. ആയിടയ്ക്ക് എന്റെ ഒരു കത്ത് അവളുടെ ചേട്ടന്മാരുടെ കയ്യിലകപ്പെട്ടു. വീട്ടിൽ വലിയ ഭൂകമ്പമായി. കാമുകൻ ദരിദ്രനാരായണൻ മാത്രമല്ല, താഴ്ന്ന ജാതിക്കാരനുമാണ്. പൊതിരെ തല്ലുകിട്ടി.
മുറിയിൽ പൂട്ടിയിട്ടു. തകൃതിയായി കല്യാണാലോചനകളും തുടങ്ങി. ഇപ്പോൾ രക്ഷപ്പെടുത്തിയില്ലെങ്കിൽ എന്നേക്കുമായി നമ്മൾ വേർപിരിയുമെന്ന് കൂട്ടുകാരി വഴി ജലജ അറിയിച്ചു. നിശ്ചിത ദിവസം പുലർച്ചെ ഭുവനേന്ദ്രൻ മാഷിന്റെ വീട്ടിൽ രഹസ്യമായെത്താൻ മറുപടി കൊടുത്തു. പറഞ്ഞതിലും 2 മണിക്കൂർ വൈകിയാണ് അവൾ എത്തിയത്. എല്ലാം സുഗമമായെന്ന് സമാധാനിച്ചിരിക്കുമ്പോൾ ജനലിലൂടെ പുറത്തേക്ക് വിരൽ ചൂണ്ടി അവൾ കരഞ്ഞു. അയ്യോ, ഏട്ടന്മാര് വരുന്ന്. നോക്കിയപ്പോൾ വേലിക്ക് പുറത്ത് 2 മഹീന്ദ്ര ജീപ്പുകൾ. 5-8 പേർ മാരകായുധങ്ങളുമായി ഇറങ്ങി ഉള്ളിലേക്ക് വരികയാണ്. ഒരു കാരണവശാലും പുറത്തിറങ്ങരുതെന്ന് ആജ്ഞാപിച്ച് വാതിൽ ചാരി മാഷ് വെളിയിലേക്കിറങ്ങി. തളർന്നു വീഴാൻ തുടങ്ങിയ ജലജയെ താങ്ങിപ്പിടിച്ച് വാതിൽ വിടവിലൂടെ പുറത്തേക്ക് നോക്കി. ഞാനും കുളിർന്നതുപോലെ വിറയ്ക്കുന്നുണ്ടായിരുന്നു. ഭീകരന്മാർ മാഷ്ടെ കൈകാലുകൾ വെട്ടുമെന്ന് പേടിച്ചു. ആയുധധാരികൾക്ക് മുന്നിൽ ഒരു കൂസലമില്ലാതെ നിവർന്നു നിൽക്കുകയാണ് മാഷ്. വന്നവരുടെ ആക്രോശങ്ങൾ മാഷിന്റെ ഗംഭീരമായ വാക്ചാതുരിക്ക് മുന്നിൽ ചുളുങ്ങിപ്പോയി. ഒടുവിൽ നിർവാഹമില്ലാതെ തല താഴ്ത്തിപ്പിടിച്ച് അവർ ജീപ്പിന് നേർക്ക് നടന്നു. അകത്തേക്ക് വന്ന് മാഷ് നിർദ്ദേശിച്ചു. അവർ വീണ്ടും വന്നേക്കും. ഇന്നു തന്നെ രജിസ്റ്റർ ചെയ്യണം. ഞാൻ സാക്ഷിയായി ഒപ്പിടാം. എന്നിട്ട് ഉടനെ ഇരുട്ടിക്ക് നാടുവിട്ടോ. ബസ് വേണ്ട, ഞാൻ ടാക്സി ഏർപ്പാടാക്കി തരാം. അങ്ങനെ മാലയും ചേലയും കൊട്ടും കുരവയും സദ്യയുമൊന്നുമില്ലാതെ ഞങ്ങൾ വിവാഹിതരായി. മാഷ്ടെ ഒപ്പായിരുന്നു ഞാൻ കെട്ടിയ താലിമാല. അങ്ങനെ ജീവിതം മറുനാട്ടിലായി. അമ്മയുടെ മരണത്തോടെ നാട്ടിലേക്കുള്ള യാത്രകൾ ഇല്ലാതായി. മാഷെ കാണാനുള്ള യാത്രകൾ ഓരോ തവണയും ഓരോ കാരണത്താൽ നീട്ടിവെക്കപ്പെട്ടു. ജലജ പെൺകുഞ്ഞിനെ പ്രസവിച്ചു. കാണക്കാണെ അവൾ വളർന്നു. പതിവ് നടത്തം കഴിഞ്ഞ് ഒരു ദിവസം രാവിലെ വീട്ടിലെത്തുമ്പോൾ ജലജയുണ്ട് കരഞ്ഞു വീർത്ത മുഖവുമായി മുറ്റത്തിറങ്ങി നിൽക്കുന്നു. എന്തേയെന്ന് പരിഭ്രമിച്ചപ്പോൾ അവൾ അകത്തേക്ക് ഓടിക്കയറി ടിവിയിലേക്ക് വിരൽ ചൂണ്ടി. ഭുവനേന്ദ്രൻ മാഷിന്റെ ഭൗതിക ശരീരത്തിൽ ആരൊക്കെയോ വരിവരിയായി വന്ന് റീത്തുകൾ വയ്ക്കുകയാണ്. തളർച്ച തോന്നി. ഞാൻ സോഫയിലേക്ക് ചാഞ്ഞു. കുറച്ചുനേരം ആൾക്കൂട്ടത്തിലേക്ക് കണ്ണുപായിച്ചു. എനിക്ക് കാണണ്ട. ഞാൻ ടിവി ഓഫ് ചെയ്തു. കുറച്ചുനേരം കൂടി അങ്ങനെയിരുന്നു. പിന്നെ കുളി കഴിച്ച് ഡ്രസ് ചെയ്ത് പുറത്തേക്കിറങ്ങുമ്പോൾ ജലജ പിന്നാലെ വന്നു. മാഷ വീട്ടിലേക്കാണോ? അല്ല, ഇന്ന് ട്യൂഷൻ സെന്ററിലെ കുറച്ച് അത്യാവശ്യമുണ്ട്. കാലത്തും വൈകിട്ടും ട്യൂഷൻ സെന്ററിൽ ക്ലാസ് എടുക്കുന്നുണ്ടായിരുന്നു. സ്കൂളിൽ നിന്ന് കിട്ടുന്നതിനേക്കാൾ വലിയ തുക കീശയിൽ വീഴും. സ്വന്തമായി ഒരു വീട് എന്ന സ്വപ്നത്തിലേക്ക് വിശ്രമമില്ലാതെ കുതിക്കുന്ന കാലമാണ്. ജലജ മുറ്റത്തേക്കിറങ്ങി. അവസാനമായി ഒന്ന് കാണണ്ടേ? അവളുടെ കണ്ണുകൾ നനഞ്ഞിരുന്നു. ഇടർച്ചയില്ലാതെ ഞാൻ പറഞ്ഞു, ജീവനില്ലാത്ത മാഷെ എനിക്ക് കാണേണ്ട. അല്ലെങ്കിൽ തന്നെ മരിച്ചവരുടെ മരവിച്ച ഉടലുകൾ എന്തിനാണ് പ്രദർശിപ്പിക്കുന്നത്? അവൾ മുഖം തുടച്ചു. ജീവനുള്ളപ്പോൾ കിടപ്പിലാണെന്നറിഞ്ഞിട്ടും ഒന്ന് കാണാൻ പോയോ? എനിക്ക് ദേഷ്യം വന്നു. നിനക്കറിയില്ലേ എന്റെ തിരക്ക്? മനസ്സില്ലാഞ്ഞിട്ടാണോ? അവൾ നിശബ്ദയായി. വൈകാതെ ഒരു ദിവസം ചെല്ലാമെന്ന് കരുതിയെങ്കിലും അതും നടന്നില്ല. സത്യത്തിൽ ഞാൻ മാഷെ മറന്നു തുടങ്ങിയിരുന്നു. 5-6 മാസം കഴിഞ്ഞു കാണും. വാസ്തവനാളം എന്ന എന്റെ കവിതയ്ക്ക് പൂർണ്ണശ്രീ പുരസ്കാരം ലഭിച്ചപ്പോൾ ഞാൻ എരിക്കുളം ടൗണിലെത്തി സമ്മാനം സ്വീകരിച്ച ശേഷം കവിയരങ്ങ് തുടങ്ങിയപ്പോൾ സംഘാടകരിലൊരാൾ ചെവിയിൽ വന്നു പറഞ്ഞു, വരാന്തയിൽ ഒരു സ്ത്രീ മഞ്ഞുകാവു സാറിനെ കാണാൻ കാത്തുനിൽപ്പുണ്ട്. എന്റെ ഊഴമായപ്പോൾ വാസ്തവനാളം ചൊല്ലിത്തീർത്ത് ഉത്കണ്ഠയോടെ വരാന്തയിലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോൾ അവരെ കണ്ടു. ഒരു ഞെട്ടൽ എന്റെ ഉടലിലൂടെ കമ്പിളിപ്പുഴുപോലെ ഇഴഞ്ഞുകയറി. അമ്മാളുമ്മയാണ്. പടുവൃദ്ധയായിട്ടുണ്ട്. ശരീരം മുന്നിലേക്ക് കൂനിപ്പോയി. വേഷം യാചകിയുടേതുപോലെ മുഷിഞ്ഞിരുന്നു. ആളുകൾ കാണാതിരിക്കാൻ ഞാൻ അവരെ തൂണിന് മറവിലേക്ക് നീക്കി. അവരുടെ പൊള്ളുന്ന കൈത്തണ്ട പിടിച്ചപ്പോൾ പണ്ട് പുട്ടു പൊട്ടിച്ചപ്പോഴത്തെ ഇളം ചൂട് എന്റെ വിരലുകളിൽ ചുറ്റിപ്പിടിച്ചു. മോന് സുഖല്ലേ? ഞാൻ തലകുലുക്കി. അമ്മാളുമ്മ എന്താ ഇവിടെ? ഇന്നലെ അയമുട്ടിയുടെ ചായപ്പീടികയിൽ നിൽക്കുമ്പോൾ ആരോ പറയുന്നത് കേട്ടു. നീ ഇന്ന് ഈടെ വരുന്നൂന്ന്. പത്രത്തിലുണ്ടായിനോലും. നിന്നെ ഒന്ന് കാണാൻ വന്നതാ. എന്താ വിശേഷിച്ച്? പൂനേന്ദ്ര മാഷ്
നിനക്ക് തരാൻ ഒരു പൊതി എന്നെ ഏൽപ്പിച്ചിന്. വിലപിടിപ്പുള്ള എന്തോ അതിലുണ്ട്. അതാ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരാത്തത്. മോൻ എൻ്റെ കൂടെ ഒന്ന് വീട്ടിലേക്ക് വരുമോ? ഞാനാകെ സന്നിഗ്ധതയിലായി. വിലപിടിപ്പുള്ളത് എന്തായിരിക്കും? ബസ്സിന് പോയി വന്നാൽ പാലക്കാട്ടേക്ക് ബുക്ക് ചെയ്ത ട്രെയിൻ മിസ്സാകും. അധികം ചിന്തിക്കാതെ ഞാനൊരു ടാക്സി വിളിച്ചു. വർഷങ്ങൾക്ക് ശേഷം ജന്മനാട്ടിലേക്കുള്ള മടക്കയാത്ര. 100,000 ഓർമ്മകൾ കടന്നൽക്കൂട്ടം പോലെ എൻ്റെ തലയ്ക്കു ചുറ്റും ഇരമ്പിയാർത്തു. ഭുവനേന്ദ്രൻ മാഷ്ടെ വീട് അതേപടി കിടപ്പുണ്ട്. വരാന്ത ശൂന്യമായിരുന്നു. ഓടാമ്പൽ നീക്കി അമ്മാളുഅമ്മ വാതിൽ തുറന്നു. ഉള്ളിലേക്ക് നോക്കിയപ്പോൾ അന്തിച്ചുപോയി. ഒറ്റ പുസ്തകം കാണാനില്ല. ഞാൻ ഉള്ളിലേക്ക് ഓടിക്കയറി. ഒരു കടലാസ് കഷ്ണം പോലുമില്ലാതെ എല്ലാ മുറികളും നഗ്നമായി കിടന്നു. കിടപ്പുമുറിയിലെ ആ കട്ടിൽ മാത്രം ബാക്കിയുണ്ട്. തലയ്ക്കടിയേറ്റതുപോലെ ഞാനതിൽ തളർന്നിരുന്നു. അമ്മാളുഅമ്മ അരികിൽ വന്നിരുന്നു. പുസ്തകങ്ങളൊക്കെ എവിടെ? അവരുടെ മുഖത്ത് സങ്കടം തിങ്ങി. മോനൊന്നും അറിഞ്ഞില്ലേ? വലിവും അലർജിയും വല്ലാണ്ട് കൂടിയപ്പോൾ മാഷക്ക് ബുക്ക് തുറക്കാനേ പറ്റാണ്ടായി. കണ്ണുന്നും മൂക്കുന്നും കുടുകുടാ വെള്ളം ചാടും. അക്ഷരമൊന്നും തെളിയാണ്ടാവുമ്പോൾ ദേഷ്യം വരും. ഉറക്കെ അലറി നിലവിളിക്കും. എൻ്റെ നേർക്ക് ബുക്ക് വലിച്ചെറിഞ്ഞ് ശ്വാസം മുട്ടിയ പോലെ നിലത്ത് വീണു ഉരുളും. ഹോ, കുറേ നാൾ എനിക്ക് കണ്ട് സഹിക്കാൻ പറ്റാണ്ടായി മോനെ. അവസാന നാളുകളിലെ നീ വന്നോ എന്ന് കൂടെ ചോദിച്ചോണ്ടിരുന്നു. ഉദ്വേഗത്തോടെ ഞാൻ ആരാഞ്ഞു. പുസ്തകങ്ങൾക്കെന്താ പറ്റിയത്? അത് മാഷെ ബോധമില്ലാണ്ട് അഡ്മിറ്റാക്കിയപ്പോൾ അനിയനും മകനും കൂടി വന്ന് ബുക്കെല്ലാം ആക്രിക്കാർക്ക് വെറുതെ കൊടുത്ത്. പൊടി പോകാൻ ചുമരിലെല്ലാം കുമ്മായമടിച്ച്. കുറച്ചു സുഖമായി മാഷ് മടങ്ങി വന്നപ്പോൾ ഒറ്റ ബുക്കില്ല. പ്രാന്ത് പിടിച്ചതുപോലെ മാഷ് മുറികളിലൂടെ അലറിപ്പാഞ്ഞു. ശ്വാസം മുട്ടി നിലത്തു വീണു. പിന്നെ എല്ലാം പെട്ടെന്നായിരുന്നു. കരയിൽ പിടിച്ചിട്ട മീനെപ്പോലെ. അമ്മാളുഅമ്മ വിങ്ങിക്കരയാൻ തുടങ്ങി. ഒന്നും മിണ്ടാതെ എഴുന്നേറ്റപ്പോൾ അവർ മുഖം തുടച്ച് പിന്നാലെ വന്നു. ഇപ്പൊ വരാം എന്നു പറഞ്ഞ് അവർ കൂനിപ്പിടിച്ച് മുറ്റത്തൂടെ പതുക്കെ ഓടി. 2 വാര അപ്പുറത്താണ് വീട്. താമസിയാതെ കടലാസുപൊതിയുമായി തിരിച്ചുവന്നു. മഞ്ഞ സെല്ലോ ടാപ്പ് കൊണ്ട് തലങ്ങും വിലങ്ങും ഒട്ടിച്ച് പൊതി ഭദ്രമാക്കിയിട്ടുണ്ട്. ഉള്ളിലെന്തായിരിക്കുമെന്ന ആകാംക്ഷ ചിറകുവിടർത്തി. സൂക്ഷിച്ച് പൊതി അഴിച്ചു. പലപ്പോഴായി പ്രസിദ്ധീകരിച്ച എൻ്റെ കവിതകൾ. ഏറ്റവും മുകളിൽ ഗഗനചാരികൾ. അടിയിലത്തെ പേജിൽ വാസ്തവനാളം. ആഴ്ചപ്പതിപ്പുകളിൽ നിന്ന് കീറിയെടുത്ത പേജുകൾ തുന്നിക്കൂട്ടിയതാണ്. വാടക വീടുകൾക്കിടയിലെ പരക്കം പാച്ചിലിനിടയിൽ കവിതകൾ മിക്കതും നഷ്ടപ്പെട്ടിരുന്നു. അതിനാൽ ഒരു പുസ്തകം എന്ന ചിന്തയെ ഉപേക്ഷിച്ചിരുന്നു. പേജുകൾ വീണ്ടും മറിച്ചപ്പോൾ മടക്കിവെച്ച കത്ത് ദൃശ്യമായി. ഞാനത് തുറന്നു. പ്രിയപ്പെട്ട ദേവദാസനെ, നിന്റെ കവിതകൾ ഞാൻ സൂക്ഷിച്ചു വച്ചിരുന്നു. എല്ലാം കൂടി ചേർത്ത് പുസ്തകമാക്കണം. സമാഹാരം വരുമ്പോഴേ ഒരു എഴുത്തുകാരൻ വേണ്ട വിധം വിലമതിക്കപ്പെടൂ. അത് നീ മറക്കരുത്. ഒരു കുഞ്ഞ് അവതാരികയും ഞാൻ തയ്യാറാക്കി ഇതിൻ്റെ കൂടെ വയ്ക്കുന്നു. നിനക്കറിയാമല്ലോ, ഞാൻ ആർക്കും അവതാരിക കൊടുക്കാറില്ലെന്ന്. ചെറിയ പൊതിയിൽ 2 കാൽത്തളകളുമുണ്ട്. നിനക്ക് മോനായാലും മോളായാലും ഇട്ടുകൊടുക്കണം. കിലുങ്ങുന്നതായതുകൊണ്ട് കുഞ്ഞു ഓടിക്കളിക്കുമ്പോൾ നല്ല രസമുണ്ടാകും. പൊതിയഴിച്ച് ഞാൻ കിലുങ്ങുന്ന പൊന്നിൻ കാൽത്തളകൾ വെളിച്ചത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചു. അമ്മാളുഅമ്മ ചോദിച്ചു, നല്ല ചേലുള്ള കാൽവളകൾ. നിനക്ക് മോനോ മോളോ? മോളാണ്. പാകമാവില്ലേ? മകൾ വലിയ കുട്ടിയായി. ഇപ്പോൾ +1 ഞാൻ വെറുതെ പറഞ്ഞു. പാകമാവും. പെട്ടെന്ന് ഞാൻ വാച്ചിൽ നോക്കി. ഇപ്പോൾ പുറപ്പെട്ടില്ലെങ്കിൽ ട്രെയിൻ കിട്ടില്ല. യാത്ര ചോദിച്ച് പുറത്തേക്കിറങ്ങി. പൊതി നെഞ്ചോട് ചേർത്ത് കാറിന് നേർക്കോടുമ്പോൾ പിന്നിൽ അമ്മാളുഅമ്മയുടെ ചിലമ്പിച്ച ശബ്ദം ഉയർന്നു. സൂക്ഷിക്കണേ. ഇതോടുകൂടി അംബികാസുധൻ മാങ്ങാട് എഴുതിയ പുസ്തകവീട് എന്ന കഥ ഇവിടെ
പൂർണ്ണമാകുന്നു. ഡെയിലി ന്യൂസ് വായനാലോകം, വായനയുടെ പുതിയ ലോകം.